വടകരയിൽ വിജയമുറപ്പാണെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ. വടകരയിലെ ജനങ്ങളാണ് തന്റെ ആത്മവിശ്വാസമെന്നും ഷാഫി മീഡിയ വണിനോട് പറഞ്ഞു. ഷാഫി, പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി ഒരു ദിവസം എന്ന് പറഞ്ഞോണേ ഉള്ളൂ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് വടകരയിൽ വന്നപ്പോൾ കിട്ടിയ ഒരു സ്വീകരണത്തെ അതൊരു വൺ ടൈം ഇവൻ്റോ ഒരു വൺ ടൈം മൊമെൻ്റോ ആക്കി കാണാനാണ് പലരും ശ്രമിച്ചതെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്നത് അവിടുന്ന് താഴോട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള റെസ്പോൺസ് എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഏത് മേഖലയിൽ പോകുമ്പോഴും അതാത് മേഖലയുടെ ശക്തി അനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പം ഇലക്ഷൻ അടുത്തെത്തി നിൽക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിൻ്റെയും ജയിക്കുമെന്ന് കോൺഫിഡൻസോടെ പറയുന്നതിൻ്റെയും കാരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം തന്നെയാണ്. ഒരു ഷാഫി ട്രെൻഡ് ഉണ്ട് ഇവിടെ, ഒരു ഇന്ത്യ ട്രെൻഡ് ഉണ്ട്. അത് ഞാൻ മുമ്പും നമ്മൾ തമ്മിൽ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ മുന്നണി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഇവിടെ കൂടെ ഉള്ളത്. പിന്നെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, വടകര പൊളിറ്റിക്കലി വളരെ അലേർട്ടല്ലേ. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും കോൺഗ്രസ്സിന് കൂടേണ്ടതിൻ്റെ ഒരാവശ്യകത ദേശീയ തലത്തിൽ നന്നായി ചിന്തിക്കുന്ന ജനതയാണ് വടകരയിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണവും അതിൻ്റെ ട്രെൻഡും ഞങ്ങൾക്ക് ഉണ്ടാവും. ഷാഫിയുടെ പ്രചാരണം എപ്പോഴും പുലരും വരെ പ്രചാരണമുണ്ട്. ഈ ഒരു ഇത്രയും ദിവസത്തിനിടെ 45 ദിവസം എന്ന് പറഞ്ഞാൽ ചെറിയ ദിവസമല്ല, അത്രയും കാലത്തിനിടയിൽ ഇത് എങ്ങനെ കീപ്പ് ചെയ്യുന്നു? അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഈ നമ്മൾ സത്യം പറഞ്ഞാൽ ഉറക്കം നല്ല പ്രശ്നം തന്നെയാണ്. അത് ചിലപ്പം വളരെ ആസ് ലെസ് ആസ് 1 hour 1.5 hour അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ട്. പല ദിവസങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട്. ഈ പര്യടനം വൈകുന്നത് കാരണം ഇപ്പോൾ ഇത് സ്വീകരണ പോയിൻ്റ് അപ്പുറത്തായിരുന്നു. പക്ഷേ വഴിയിലുടനീളം ആളുകൾ കാണുമ്പോൾ അവരെ കാണാത്ത പോലെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആയി വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് വൈകുന്നത്. അപ്പം നമ്മൾ ചിലപ്പം ടയേർഡാന്ന് നമുക്ക് തോന്നും. രാവിലെ കുറച്ച് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയിരുന്നെങ്കിലൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷെ നമ്മളങ്ങ് റെഡിയായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ അവർ പിന്നെയും വലിയ ആൾക്കൂട്ടമായിട്ട് നിൽക്കുകയല്ലേ. ഈ തെരഞ്ഞെടുപ്പ് വണ്ടി മുന്നോട്ട് പോകുന്നത് വടകരയിലെ ജനങ്ങളുടെ സ്നേഹം കൊണ്ടും അതിൻ്റെ എഞ്ചിൻ ഇവിടുത്തെ കഠിനാധ്വാനികളായ UDFൻ്റെ പ്രവർത്തകരുമാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഷാഫി ഈ ആളുകളുടെ ഒരു ട്രെൻഡ് ഷാഫി മനസ്സിൽ സൂക്ഷിക്കുന്നു. ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി അതാണ്. എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും അതാണ്. ഇപ്പം ഞാൻ അറിയാത്തൊരു കാര്യത്തിനും ചെയ്യാത്തൊരു കാര്യത്തിനുമായിരുന്നു ഏറ്റവും ഒടുവിൽ വല്ലാതെ ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പം നമ്മളെ അഫക്റ്റഡ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പര്യടനത്തിന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ തെറ്റാണെന്ന് പറയേണ്ട ആവശ്യം പോലുമില്ലാത്ത വിധത്തിൽ അവരത് മനസ്സിലാക്കിയും തിരിച്ചറിഞ്ഞും ഇൻ ബിഗ് നമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന പ്രതികരണം നമുക്ക് കിട്ടുമ്പോൾ നമുക്കതിനെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെയാണ്. വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ. ഇപ്പം എനിക്കങ്ങനെ പേഴ്സണൽ വെൻഡേറ്റ ഇല്ല. പക്ഷെ അവസാനം പത്രസമ്മേളനം നടത്തിയപ്പം ഷാഫിക്ക് അമ്മയില്ലേ എന്നുള്ളവരെ ചോദിച്ചു. ഞാൻ ഇല്ലാത്തതും പിന്നെ ഇല്ലാത്തതായിട്ടുള്ളൊരു വീഡിയോയുടെ പുറത്താണ് അത്രയും വലിയ വിവാദങ്ങളുടെ ഒരു വലിയ വശം കവർ ചെയ്ത്. അതിൽ ഈവൻ അശ്ലീലം എന്നുവരെ പലരും പറയണ്ടായി. എനിക്ക് അതിൻ്റെ പേരിൽ ആരോടും പകയോ വിരോധമൊന്നുമില്ല. അതില്ല, അങ്ങനെ ഒരു വീഡിയോ പറയപ്പെടുന്ന തരത്തിലൊരു വീഡിയോ ഇല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെ പറഞ്ഞതിൽ എനിക്ക് നന്ദിയും സന്തോഷവും. എനിക്ക് തോന്നുന്നു ഇപ്പം ഷാഫിനെ കാണുമ്പോൾ ഷാഫി 100% വിജയപ്രതീക്ഷയിലാണ്. അങ്ങനെ പറയുമ്പോൾ അതിനൊരു അഹങ്കാരമായിട്ട് തെറ്റിയിരിക്കാൻ പാടില്ല. ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസത്തെ ബേസ് ചെയ്തിട്ട് പറയാണ്, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും, വടകരയിൽ ജയിക്കും. വടകരയിൽ വിജയം ഉറപ്പാണ് എന്നാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പറയുന്നത്.